കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഷോപ്പിൽ നിന്നും വെളിച്ചെണ്ണ ആവശ്യപ്പെട്ടു. ആ കടയിലെ ഷോപ്പ് കീപ്പർ എനിക്ക് വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് എടുത്തു തന്നിരുന്നത് യഥാർത്ഥത്തിൽ വെളിച്ചെണ്ണയായിരുന്നില്ല. സത്യത്തിൽ ആ ഷോപ്പ് കീപ്പർ നിഷ്കളങ്കമായി അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് എനിക്ക് വെളിച്ചെണ്ണയാണെന്ന് ധരിച്ചുകൊണ്ട് എടുത്തു തന്ന ഒരു ഓയിലായിരുന്നു. സത്യത്തിൽ അത് വെളിച്ചെണ്ണയായിരുന്നില്ല, അതായിരുന്നു കോക്കനട്ട് ടെസ്റ്റ ഓയിൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് വെളിച്ചെണ്ണയല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നിഷ്കളങ്കമായ മറുപടി അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ വെളിച്ചെണ്ണയാണെന്നാണ്. അതിലെ പേര് പറയും പോലെ കോക്കനട്ട് ടെസ്റ്റ ഓയിൽ എന്ന് പറയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ വെളിച്ചെണ്ണയാണെന്നുള്ള ധാരണയാണ് ആ പാവ മനുഷ്യന്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും വെളിച്ചെണ്ണയാണെന്ന്, ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്ന് ധരിച്ചുകൊണ്ട് പല ഷോപ്പ് കീപ്പേഴ്സും ഇത്തരത്തിൽ കോക്കനട്ട് ടെസ്റ്റ ഓയിൽ ഉപഭോക്താക്കൾക്ക് കൊടുക്കാറുണ്ട്. അത് വിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് വെളിച്ചെണ്ണ എന്ന രീതിയിൽ വിൽക്കുന്നത് ശരിയല്ല. അത് യഥാർത്ഥ വെളിച്ചെണ്ണയല്ല. എന്ന് വെച്ചാൽ കോക്കനട്ട്, അതായത് തേങ്ങയുടെ വൈറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ചിരട്ടയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ടെസ്റ്റ. ആ ടെസ്റ്റ പോർഷൻ, അതായത് പൊതുവെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിനും മറ്റും വൈറ്റ് പോർഷൻ എടുത്തതിന് ശേഷമുള്ള ഭാഗം, അതായത് ചിരട്ടയോട് ചേർന്ന് കിടക്കുന്ന ബ്രൗൺ പോർഷനിലിരിക്കുന്ന കോക്കനട്ട് ടെസ്റ്റ, ആ ടെസ്റ്റ ആട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന എണ്ണയാണ് കോക്കനട്ട് ടെസ്റ്റ ഓയിൽ എന്ന രീതിയിൽ മാർക്കറ്റിൽ വരുന്നത് എന്ന് പറയുന്നു. കോക്കനട്ട് ഓയിലിൻ്റെ സ്റ്റാൻഡേർഡ്സും കോക്കനട്ട് ടെസ്റ്റ ഓയിലിൻ്റെ സ്റ്റാൻഡേർഡ്സിലും ചില വ്യത്യാസങ്ങളുണ്ട്. കോക്കനട്ട് ഓയിലിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും കോക്കനട്ട് ടെസ്റ്റ ഓയിൽ കീപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കോക്കനട്ട് ടെസ്റ്റ ഓയിലിന് ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന് കീഴിൽ വരുന്ന റെഗുലേഷൻസ് പ്രകാരമൊന്നും നിശ്ചയിച്ചിട്ടില്ല. അതായത് പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു നോൺ സ്പെസിഫൈഡ് ഫുഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ പല പാരാമീറ്റേഴ്സും കോക്കനട്ട് ടെസ്റ്റ ഓയിൽ മീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ചില കമ്പനികളൊക്കെ കോക്കനട്ട് ടെസ്റ്റ ഓയിലിൻ്റെ പേര് തന്നെ ടെസ്റ്റ കോക്കനട്ട് ഓയിൽ എന്ന രീതിയിൽ, കോക്കനട്ട് ഓയിൽ താഴെ വലുതാക്കി കൊടുക്കും, മുകളിൽ ടെസ്റ്റ എന്ന രീതിയിൽ കൊടുത്തുകൊണ്ടൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും വിൽക്കപ്പെടുന്നുണ്ട്. ചില ആളുകൾ നോൺ സ്പെസിഫൈഡ് ഫുഡായിട്ടും ചില ആളുകൾ പ്രൊപ്രൈറ്ററി ഫുഡായിട്ടും ഒക്കെ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കോക്കനട്ട് ടെസ്റ്റ ഓയിലും കോക്കനട്ട് ഓയിലും ഒന്നല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ തന്നെ നോക്കി വാങ്ങുക. അതുകൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ അവയുടെ ലേബലിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ പേര് കൃത്യമായി നോക്കിയിട്ട് തന്നെ നാം വാങ്ങണമെന്ന് പറയുന്നത്. തേങ്ങയുടെ പടമുണ്ട് എന്ന് കരുതി എല്ലാം വെളിച്ചെണ്ണ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് കോക്കനട്ട് ഓയിൽ എന്ന് തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ടെസ്റ്റ ഓയിലല്ല കോക്കനട്ട് ഓയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ടെസ്റ്റ ഓയിൽ വേണ്ടവർക്ക് അത് വാങ്ങാം. ടെസ്റ്റ ഓയിൽ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല.